സംയുക്ത ട്രേഡ് യൂണിയൻ ആഹ്വാനം ചെയ്ത പണിമുടക്കിന്റെ ഭാഗമായി UDTF-ന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രകടനം നടത്തി. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ഫർണിച്ചറിന്റെ രാജാക്കന്മാർ ഇനി കാസർഗോഡും. ലോകോത്തര നിലവാരമുള്ള ഫർണിച്ചറുകൾ മിതമായ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. D&G ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, കാഞ്ഞങ്ങാട്, കാസർഗോഡ്. ദേശീയ പണിമുടക്കിന്റെ ഭാഗമായി UDF-ന്റെ തൊഴിലാളി സംഘടനാ കൂട്ടായ്മയായ UDTF-ന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നഗരത്തിൽ പ്രകടനവും പൊതുയോഗവും നടത്തി. പഴയ ബസ് സ്റ്റാൻഡിലെ ബദ്രിയ ഹോട്ടൽ പരിസരത്ത് നിന്ന് ആരംഭിച്ച പ്രകടനം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം STU സംസ്ഥാന ജനറൽ സെക്രട്ടറി KP മുഹമ്മദ് അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ട്രേഡ് യൂണിയൻ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ രാജ്യത്തെ തൊഴിലാളികൾക്ക് അവകാശങ്ങൾ അനുവദിക്കപ്പെട്ടതും അതുപോലെ തന്നെ അവർക്ക് തൊഴിലിടങ്ങളിൽ സംരക്ഷണം ലഭിക്കുന്നതും. ആ 29 ട്രേഡ് യൂണിയൻ നിയമങ്ങൾ കേവലം 4 കോഡുകളാക്കി ഈ രാജ്യത്തെ കുത്തകകൾക്കും കുലാക്കുകൾക്കും വേണ്ടി മാറ്റി എഴുതപ്പെട്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, പാർലമെന്റിൽ പോലും ചർച്ച ചെയ്യാതെ രാജ്യത്തെ പാർലമെന്റിന്റെ സമിതിയുടെ ശുപാർശകൾ പോലും അംഗീകരിക്കാതെ, ചട്ടങ്ങൾ പോലും രൂപീകരിക്കാതെ ഇന്ത്യ രാജ്യത്തെ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ആ ലേബർ കോഡുകൾ നടപ്പാക്കി തുടങ്ങിയിരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം ആ ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നല്ല, ആ ലേബർ കോഡുകൾ റദ്ദാക്കുക എന്നാണ് ഈ പണിമുടക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. INTUC ജില്ലാ ജനറൽ സെക്രട്ടറി TV കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. STU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഷ്റഫ് ഇടനീർ സ്വാഗതം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് A അഹമ്മദ് ഹാജി, ജനറൽ സെക്രട്ടറി മുത്തലിബ് പാറക്കെട്ട്, അർജുനൻ തായലങ്ങാടി, നാഷണൽ അബ്ദുള്ള, TG ടോണി, മൊയ്തീൻ കൊല്ലമ്പാടി, അബൂബക്കർ തുരുത്തി, ഷുക്കൂർ ചെറുക്കള, സുബൈർ മാര, ഉമേഷ് അണങ്കൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.